ചോദ്യം ചോദിക്കുന്നത് ഈ സഭയിലെ ഒരു മെത്രാപ്പോലിത്തയാണ്. അപ്പോൾ മെത്രാപ്പോലിത്തായും സുന്നോദോസും അറിയാതെ ഒരു ബൈബിളൊക്കെ വെളിയിൽ വരുമോ? എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോണ്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതാണ് 2015 ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നം. കണിയാമ്പറമ്പിൽ അച്ഛൻ ഈ ലോകത്ത് നിന്ന് നീക്കപ്പെടുന്നതിന് മുമ്പ് ആൻഡ് ഐ കുഡ് വർക്ക് വിത്ത് ഹിം ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോജക്ട്. തിരുമേനി ഉൾപ്പെടുന്ന സുന്നോദോസാണ് തീരുമാനമെടുക്കേണ്ടത്. സഭയുടെ ബൈബിളിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ യു ആർ ദ ഫസ്റ്റ് റെസ്പോൺസിബിൾ പാർട്ടീസ്. നിങ്ങൾ വേണം അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻസ് യു ഡിഡ്? ഈ വിശുദ്ധ ഗ്രന്ഥം പ്രിന്റ് ചെയ്യുന്ന ആ ടീമിന് എന്ത് സപ്പോർട്ടാണ് നിങ്ങളൊക്കെ കൊടുത്തത്? യു ഡിഡ് നത്തിങ് ആൻഡ് യു ട്രൈ ടു ഫൈൻഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു അൽമായനാണ്, എന്നെ കൊണ്ട് ചെയ്യാവുന്നുണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടാകുന്ന എന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് കൊടുത്ത് തന്നെ ഇതാക്കിയിരിക്കുന്നത്. വിഗ്രഹാരാധനയിൽ ഏറ്റവും നമ്പർ 1 വിഗ്രഹാരാധനയാണ് കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങളെ എടുത്തു വെച്ചിട്ട് അതിനെ ആരാധിക്കുക. എന്ത് ആരാധിക്കുകയാണ്? ഭക്ഷിക്കാനും പാനം ചെയ്യാനും നമുക്ക് തന്ന കർത്താവിന്റെ തിരിച്ചറി രക്തം ആരാധിക്കാനുള്ളതാണോ? എവിടെ പഠിപ്പിച്ചു? ഇത് കത്തോലിക്ക തിയോളജി ഇവിടെ കൊണ്ട് കുത്തിക്കറ്റിയല്ലേ? തിരുമേനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. തിരുമേനി ഒരു പ്രാവശ്യം ഇത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഡു യു നോ ദ പ്രോബ്ലംസ്? ഐ നോ വേർ വാസ് ദ പ്രോബ്ലം. തിരുമേനിക്ക് അറിയാവോ? സഭയുടെ ബൈബിളാണ്. അപ്പൊ ഇത് തിരുമേനി ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും. യു ഷുഡ് ടേക്ക് എ കമ്മിറ്റ്മെന്റ് ടുഡേ. ഈ ബൈബിള് ഒത്തിരി പ്രാവശ്യം വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് പ്രൂഫ് റീഡ് ചെയ്യാൻ വായിച്ചതാണ്. ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ ലൈവിൽ വരുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ ഒരാൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ തിരുമേനിക്ക് കൊടുത്തൊരു വാക്കാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു ലൈവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കാം തിരുമേനിക്ക് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ തിരുമേനിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അപ്പം തിരുമേനി മറ്റാരുമല്ല, നമ്മുടെ സക്കറിയാസ് മാർ പീലക്സിനോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിനാണ് കുറേ സംശയങ്ങൾ അറിയേണ്ടത്. ഒന്നാമത് വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോടു കൂടി, അദ്ദേഹം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ഫാമിലി കോൺഫറൻസ് വന്നപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം, അതിനകത്ത് എന്തൊക്കെ തെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിരുത്തി അതെല്ലാം ശരിയാക്കിയിട്ടുണ്ടോ എന്നാണ്. ചോദ്യം ചോദിക്കുന്നത് ഈ സഭയിലെ ഒരു മെത്രാപ്പോലിത്തയാണ്. അപ്പോൾ മെത്രാപ്പോലിത്തായും സുന്നോദോസും അറിയാതെ ഒരു ബൈബിളൊക്കെ വെളിയിൽ വരുമോ? അപ്പോൾ സഭയുടെ വിശുദ്ധ ഗ്രന്ഥം അതിലെന്തോ തെറ്റുകളുണ്ടെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് അതിനകത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോണ്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതാണ് 2015 ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നം. കണിയാമ്പറമ്പിൽ അച്ഛൻ ഈ ലോകത്ത് നിന്ന് നീക്കപ്പെടുന്നതിന് മുമ്പ് ആൻഡ് ഐ കുഡ് വർക്ക് വിത്ത് ഹിം ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോജക്ട്. അതിന്റെ സ്റ്റാറ്റസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് തിരുമേനി. തിരുമേനിക്ക് കാണാമെന്ന് അറിയത്തില്ല, ഇതെല്ലാം ചിലപ്പോൾ റിവേഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കംപ്ലീറ്റ് പെർഫെക്റ്റ് ആക്കി പ്രൂഫ് സെറ്റ് ചെയ്ത് ഈ സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സീ ദിസ് ഔട്ട്പുട്ട്. ഇതെന്റെ കോപ്പി ഞാൻ എൻ്റെ വെച്ചിരിക്കുക, കാരണം ഞാനല്ല ബൈബിൾ അടിച്ചിറക്കുന്നത്. ഈ ബൈബിള് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന മാറ്റണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തിയ ബൈബിളാണിത്. ഇനിയും ഇതിന്റെ ഓൺലൈൻ വേർഷനിലും ഇത് തിരുത്തി വെച്ചിട്ടുണ്ട്. തിരുമേനി ചോദിക്കുന്ന ഇത് തന്നെയാണോ ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ ഒരു ഇതുണ്ട് അല്ലേ. ഇപ്പോഴും പഴയ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്റെ പ്രശ്നമല്ല തിരുമേനി. തിരുമേനി ഉൾപ്പെടുന്ന സുന്നോദോസാണ് തീരുമാനമെടുക്കേണ്ടത്. സഭയുടെ ബൈബിളിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ യു ആർ ദ ഫസ്റ്റ് റെസ്പോൺസിബിൾ പാർട്ടീസ്. നിങ്ങൾ വേണം അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻസ് യു ഡിഡ്? ഈ വിശുദ്ധ ഗ്രന്ഥം പ്രിന്റ് ചെയ്യുന്ന ആ ടീമിന് എന്ത് സപ്പോർട്ടാണ് നിങ്ങളൊക്കെ കൊടുത്തത്? യു ഡിഡ് നത്തിങ് ആൻഡ് യു ട്രൈ ടു ഫൈൻഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു അൽമായനാണ്, എന്നെ കൊണ്ട് ചെയ്യാവുന്നുണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ടാകുന്ന എന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് കൊടുത്ത് തന്നെ ഇതാക്കിയിരിക്കുന്നത്. അതെന്റെ കഴിവല്ല. ദൈവം ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ചെയ്യല്ല, വേറെ വഴിയില്ല. ഐ ബിലീവ് ഇൻ ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് ഈ പരുവത്തിലാക്കി ഇവിടെ ഉണ്ട്. തിരുമേനി ഏത് സമയം പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തരാം. തിരുമേനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. തിരുമേനി ഒരു പ്രാവശ്യം ഇത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഡു യു നോ ദ പ്രോബ്ലംസ്? ഐ നോ വേർ വാസ് ദ പ്രോബ്ലം. തിരുമേനിക്ക് അറിയാവോ? സഭയുടെ ബൈബിളാണ്. അപ്പൊ ഇത് തിരുമേനി ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും. യു ഷുഡ് ടേക്ക് എ കമ്മിറ്റ്മെന്റ് ടുഡേ ആൻഡ് യു ഷുഡ് ഓൾസോ ടേക്ക് എൻ ഓണർ. അതേലോ, വർഷങ്ങൾക്ക് മുമ്പ് അതേ തിരുമേനി ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുമേനിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാണ്. 10 വർഷം കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം തിരുമേനിക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് സുന്നോദോസിൽ നിന്ന് ചർച്ച ചെയ്ത് ഇതിനെ ഇറക്കാൻ പറ്റുമെങ്കിൽ തിരുമേനി ഇറക്കണം.
അല്ലാതെ എന്ത് ചെയ്തു എന്നോട് വിശ്വാസിയോട് ചോദിക്കേണ്ടതല്ല, ഇത് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമാണ്. അതെന്നോട് ചോദിച്ചത് എനിക്കത് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ ഞാനിത് എൻജോയ് ചെയ്യും, കാരണം ഈ ബൈബിള് ഒത്തിരി പ്രാവശ്യം വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇത് പ്രൂഫ് റീഡ് ചെയ്യാൻ വായിച്ചതാണ്. പ്രൂഫ് റീഡ് ചെയ്യാൻ വായിച്ച് ഞാൻ അതിൻ്റെ ഒരു വട്ടനായി പോയെന്ന് വിചാരിച്ചോ. പക്ഷെ ബൈബിള് വായിച്ച് പോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നോക്കിയാൽ അത്യാവശ്യം പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏതൊരു വ്യക്തിയോടും സംസാരിക്കാമെന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. തിരുമേനി ചോദിച്ചു, ഇവിടെ പിതാക്കന്മാരൊക്കെ പല സ്ഥലത്ത് വന്നിരുന്ന് അവർ പല ഭാഷകൾ പഠിച്ച് ചെയ്തു. നേരെ തിരുമേനി, അങ്ങനെ തന്നെയാണ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. അവരിവിടെ വന്ന് ഈ ഭാഷയിൽ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അല്ലാതെ ഇവിടെയുള്ളവരെല്ലാവരും സുറിയാനി പഠിച്ചല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ബട്ട് അവർ വന്നത് ഹോളി സ്പിരിറ്റോട് കൂടിയാണ്. ദേ കുഡ് ഡു ഇറ്റ്. അതിന്നും ഹോളി സ്പിരിറ്റ് റിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ദൈവം ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എനിക്ക് എന്നാ പറഞ്ഞത്, എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് ചെയ്യാൻ അറിയാവുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാണ്. അത്യാവശ്യം ബുക്കുകളെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഇതാണ് തിരുമേനി, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് ഞങ്ങളാകുന്ന പോലെ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത അതിന്റെ പുതിയ നിയമമാണ്. പുതിയ നിയമം കംപ്ലീറ്റ് അല്ലോ. പക്ഷെ ഇതൊന്നും ആരും നമ്മളോട് ചോദിക്കത്തില്ല. സഭ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ വിശ്വാസികളുടെ സമൂഹമാണ്. ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ വിശ്വാസികളുടെ സംഘമാണ് സഭ. ഞാൻ ആ സഭയിലെ ഒരു അംഗമാകുന്നതുകൊണ്ട് ദൈവം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇനി അത് തന്നെയല്ല തിരുമേനി, ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റാഞ്ഞ ഇതെന്നാണെന്നറിയോ, ഇതിന്റെ പഴയ നിയമവും ഇത് മുഴുവനും ചെയ്തതിന്റെ ഫസ്റ്റ് പ്രൂഫ് കോപ്പി ഒന്നാണത്. മനസ്സിലായോ? പഴയ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമവും അതിന്റെ എന്നാ പറയുന്നത് ഇതര കാനോനിക ഗ്രന്ഥങ്ങളും ചേർന്നുള്ള ബുക്ക്, അതും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാക്കി അതിന്റെ പ്രൂഫാക്കി അതിന്റെ വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആളുകളുടെ ഒരു ചെറിയ ഭ്രാന്തായിട്ട് കൂട്ടിയാൽ മതി. ഇതൊന്നും സഭ, കാരണം ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവിടെ പേരുള്ളവർക്കും പദവിയുള്ളവരും ചെയ്യുന്നത് മാത്രമേ അംഗീകരിക്കപ്പെടത്തുള്ളൂ. ദാറ്റ് ഈസ് ഓക്കെ. അല്ല, ഇതൊന്നും പേരിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം കനിയാമ്പറമ്പിൽ അച്ഛന്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ ഉണ്ടോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കും. ഇനിയും ഇതുണ്ടോ തിരുമേനി, ഇത് നമ്മുടെ പഴയ നിയമ വായനകൾ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഓക്കെ, സ്ലീഹ വായനകളുടെ പഴയ നിയമ വായനകൾ, അതിന്റെ മലയാളം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ളത്. ഇതിനൊക്കെ 100% ഗ്യാരണ്ടി തിരുമേനി. 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യെസ് വി വിൽ ഫിക്സ് ഇറ്റ്. ഞങ്ങളൊന്നും കാണത്തില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഓരോരുത്തരുടെ മുമ്പിൽ വന്ന് കെഞ്ചുമ്പം, അതായത് മെത്രാച്ചന്മാരുടെ അടുത്ത് ഞങ്ങൾ പറയും, ഇതൊന്നും എടുത്തുകൊണ്ടുപോയി, ഒന്ന് നിങ്ങൾ സുന്നോദോസ് ചർച്ച. പക്ഷേ ഉരുക്കി ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ആരും ചെയ്യത്തില്ല, എല്ലാവരും മേടിക്കും, പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറയും, ചെയ്യത്തില്ല തിരുമേനി. അത് നമ്മുടെ ഒരു പ്രശ്നം. തിരുമേനി ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഈ കാര്യത്തില്? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ, ഞങ്ങൾ അതൊക്കെ ചെയ്തു തരാം. അതല്ലാതെ ഈ തിരുമേനി എന്ന് ചോദിച്ചതിന്റെ സ്ക്രീൻഷോട്ട് വല്ലതും ഞാൻ എടുത്ത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരുമേനി ഇവിടെ നാളെ നേരം വിളക്കുമ്പം ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കാൻ തയ്യാറല്ല. അത് പറയുന്നത് തെറ്റാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, തിരുമേനിയെ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തു. ഞാനൊരു ലൈവ് ചെയ്തുകൊണ്ട് ഗുണം പറയുന്നല്ല. തിരുമേനി സത്യം ജയിക്കും, അത് മാത്രമേ ജയിക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്തെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലൈവ് പറയാത്ത കാര്യം പറയുകയാണ്. അതായിരുന്നു ഞാൻ അവിടെ അല്ലാതെ തിരുമേനി അവിടെ രാരാരീതി വെച്ചതിനകത്തൊന്നും അല്ല, തിമോത്തിയോസ് തിരുമേനി രാരാരീതി വെച്ചതിലല്ല എന്റെ പ്രശ്നം. അവിടെ അരളിക്കായൽ വെച്ചിരുന്ന എന്തായിരുന്നു? അരളിക്കായൽ എന്തായിരുന്നു വെച്ചിരുന്നത്? അവിടെ എന്താണ് അരളിക്കായൽ ഇരുന്നത്? തിരുമേനിക്കറിയോ? തിരുമേനിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെ എനിക്ക് ഫേസ്ബുക്കിൽ എന്നോട് യുദ്ധം, അത് കഴിഞ്ഞിട്ട് ലൈവായിട്ട് യുദ്ധം വന്നു. ആ വ്യക്തി എന്നോട് പറയുകയാണ്, അതായത് തിരുമേനിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ ഫാമിലിയെ സംബന്ധിച്ച് സാക്ഷ്യം പറഞ്ഞു ഉൾപ്പെടെ എന്നെ തന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഒന്ന് കേക്ക് തിരച്ച, ഇതെല്ലാം ഒന്ന് കേക്ക്. ഞാൻ കേട്ടു, അതെനിക്കറിയാവുന്ന കാര്യമാണ്. ഐ അഗ്രി, ഹോളി സ്പിരിറ്റ് ഓൾവേസ് വർക്ക്സ്. ഐ അഗ്രി. അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ അപ്പൻ തന്നെ 8.5 വർഷം പാരലൈസ് ആയിട്ട് കിടന്ന ആളാണ്. സോ അപ്പൊ എനിക്കറിയാം എന്റെ വിഷമം. ആ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. എന്റെ അപ്പൻ മരണത്തിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളെ ഞാൻ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് അതൊരു വലിയൊരു സർവീസാണ്. ഐ ഫുള്ളി സപ്പോർട്ട് യു. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത കാര്യം എന്താണെന്നറിയോ? ആ പ്രശ്നമാണ് കുഴപ്പം. എന്നെ സംബന്ധിച്ച് കർത്താവായ യേശുമിശിഹായുടെ തിരിശരീര രക്തങ്ങളാണ്. പക്ഷെ എന്നോട് പറഞ്ഞ ആൾ എന്നാ പറഞ്ഞെന്നറിയോ? യേശു അല്ല എഴുന്നള്ളി വന്നിരിക്കുന്നത്, യേശു ക്രിസ്തു എഴുന്നള്ളി വന്ന അപ്പത്തിലിരിക്കുകയാണ്. ഇതെന്ത് തിയോളജിയാണിത്? ഇത് തിരുമേനി പറഞ്ഞ് ചിലപ്പോൾ റോങ് ആയിട്ട് കേട്ടിട്ടായിരിക്കും, പക്ഷെ ഇങ്ങനെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു കത്തോലിക്ക തിയോളജിയാണ്. എടുത്തു വെച്ചിട്ട് വിഗ്രഹാരാധനയിൽ ഏറ്റവും നമ്പർ 1 വിഗ്രഹാരാധനയാണ് കർത്താവിന്റെ തിരിശരീര രക്തങ്ങളെ എടുത്തു വെച്ചിട്ട്
അതിനെ ആരാധിക്കുക. എന്ത് ആരാധിക്കുകയാണ്? ഭക്ഷിക്കാനും പാനം ചെയ്യാനും നമുക്ക് തന്ന കർത്താവിന്റെ തിരിച്ചറി രക്തം ആരാധിക്കാനുള്ളതാണോ? എവിടെ പഠിപ്പിച്ചു? ഇത് കത്തോലിക്ക തിയോളജി ഇവിടെ കൊണ്ട് കുത്തിക്കറ്റിയല്ലേ? ഇതിലാണ് പ്രശ്നം. ഈ പ്രശ്നമാണ് ഈ ഇതായത്, അല്ല വേറെ വിഷയമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിനിടയ്ക്ക് തിരുമേനിക്ക് ഞാൻ കറക്റ്റായിട്ട് ആളുകളുടെ മെസ്സേജ് തന്നല്ലോ. ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ തിരുമേനി പറയുവാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് ഓരോ സ്ഥലങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഇതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ ഈ സഭയുടെ വിശ്വാസമാണ് പോകുന്നത്. കാരണം അത് നമ്മളെ പഠിപ്പിച്ചാൽ, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതല്ല അത്. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ തിരുമേനി ചോദിച്ച മറ്റ് പള്ളികളുടെ കാര്യങ്ങൾ, അതൊക്കെ തിരുമേനി ആ പള്ളിക്കാരോട് തന്നെ ചോദിക്കും. ഞാൻ ആ പള്ളിയുടെ ഓരോ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല. കാരണം അതെന്റെ കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പാണമ്പടി മത്തവരം പള്ളി ഇടവക്കാരനാണ്. എന്റെ അപ്പൻ ഞങ്ങൾ പാണമ്പടി പള്ളി മാത്രമേ പോയിട്ടുള്ളൂ. ഇനി മർത്തശ്ശിമോനി പള്ളിയിൽ വല്ല പെരുന്നാളോ വല്ല ഉണ്ടെങ്കിൽ പോയിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ മണർകാട് പള്ളി പോയിരിക്കുന്ന ആ പടം 4 പ്രാവശ്യമാണ്. 4 പ്രാവശ്യം. ഒന്നെന്റെ ഒരു ചെറുപ്പത്തില്, 2 എനിക്ക് എന്റെ കല്യാണത്തിന്, 3 ഞാൻ 2018 19 പോയി. പിന്നെ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയി. എനിക്ക് വിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. എനിക്ക് മണർകാട് പള്ളിയിൽ ഞാൻ അവിടെ കയറിയിട്ടുള്ളൂ. കാരണം എന്റെ ഒരു പള്ളിയിലുണ്ട് എന്റെ പിതാക്കന്മാർ വരുന്നത്, എന്റെ അപ്പം പറഞ്ഞിരിക്കുന്നത് എന്റെ പിതാക്കന്മാർ വന്ന് നിൽക്കുന്നത് എന്റെ പിതാക്കന്മാർ അടക്കിയിരിക്കുന്ന പള്ളിയിലാണ്. അപ്പൊ ഞാൻ എപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് എന്റെ പള്ളിയിൽ പോകുക എന്നുള്ളതാണ് എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. അതല്ലാത്ത ഒരു പള്ളി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ഇടവ പള്ളി, അല്ലെങ്കിൽ ഞാൻ പിന്നെ പോകുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സന്ദർശിക്കാനായിട്ട് പോകുന്ന ഒരു പ്രാവശ്യമായിട്ട് പോകുന്ന പള്ളികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമ്മുടെ സഭയിലെ കുറെ പള്ളികളിൽ എനിക്ക് പോകാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ അല്ലാതെ ഞാൻ പോകുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ മഞ്ഞിനിക്കര ബാബായുടെ അടുത്ത് പോകും. അത് എല്ലാ പ്രാവശ്യവും പറ്റുവാണെന്നുണ്ടെങ്കിൽ നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടന്നു പോകും. കാരണം എന്റെ വല്യപ്പൻ ഉൾപ്പെടെ പാൺപടിക്ക പള്ളിയിൽ ഇരിക്കുമ്പോൾ ബാബായെ നോക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നത് ബാബായുടെ ഫ്രണ്ടിന്റെ കൊച്ചുമകനായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് എനിക്ക് അതുപോലെ ബന്ധമുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോകാറുണ്ട്. അല്ലാതെ ഞാൻ ഒരു പള്ളിയിലും വേറെ ഒരു പള്ളിയിലും എന്റെ അല്ലാത്ത പോകത്തില്ല. ഇവിടെയാണെങ്കിൽ ഞാൻ ഫീനിക്സിലാണുള്ളത്. എന്റെ പള്ളിയിലെ ഞാൻ പോകത്തുള്ളൂ. എന്റെ പള്ളിയിൽ അച്ഛൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ പോകുന്നില്ല. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്റെ അറിവില് എന്റെ ബന്ധം ഇരിക്കുന്നത് എന്റെ ഇടവ വികാരിയും, ഇടവ വികാരി ആർക്ക് ഇതായിട്ട് നിൽക്കുന്നോ ആ ഇടവ മെത്രാപ്പൊലീത്തായിരിക്കും. അതിന്റെ മേലുള്ള ഭരണം. ഞാൻ ആ ഹൈറാർക്കി സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്തും പോയിട്ട് കാര്യമില്ല. എന്റെ പള്ളിയിൽ ഇപ്പോൾ ഒരു ധ്യാനം നടക്കുകയാണെങ്കിൽ അത് പോയി കൂടും. കാരണം അതെന്റെ പള്ളി നടത്തുന്നതാണ്. അതിന്റെ ഫുൾ ഉത്തരവാദിത്വം എന്റെ ഇടവക വികാരിക്കുണ്ട്. എന്റെ ഇടവ വികാരി കഴിഞ്ഞാൽ, എന്റെ മെത്രാപ്പൊലിത്ത കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇവിടെ വെച്ച് പാത്രിക്കീസ് ബാവ ഇന്ത്യയിലാണ് ഞാനുള്ളെങ്കിൽ എന്റെ പള്ളിയിലെ ഇടവ വികാരി, എന്റെ ഇടവ മെത്രാപ്പൊലിത്ത, ശ്രേഷ്ഠ കാതോലിക്ക ബാവ, പാത്രിക്കീസ് ബാവ. ഇതാണ് സിസ്റ്റം. ഞാൻ ഈ ലൈനിൽ നിന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. തിരുമേനി ഇതിലെവിടെയാ തെറ്റെനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മറ്റൊരു പള്ളിക്കാരുടെ അവരുടെ പ്രശ്നങ്ങൾ മാറ്റുന്ന എന്റെ പ്രശ്നമല്ല. എന്നാൽ ഇത് വേറെ വല്ലവരുടെ ആയിരുന്നെങ്കിൽ ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞാണ്. യാക്കോബായ സുറിയാനി സഭയുടെ ഒരു പള്ളിയെ പറ്റിയും തൽക്കാലം ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിവിശുദ്ധന്മാരുടെ പള്ളികളാണ്. ആ പള്ളികൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിച്ച തിയോളജിയിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കപ്പെട്ടതിൽ ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ പള്ളി പാൺപടി സെന്റ് മേരീസ് പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പറഞ്ഞിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പോകുന്ന ഫീനിക്സ് സെന്റ് പീറ്റേഴ്സ് പള്ളിയെ പറ്റി ഞാനതിൽ ഇടപെട്ടിരിക്കും. അതിന് മേലുള്ള ഒരു പള്ളിയുടെ കാര്യത്തിന് അഭിപ്രായം പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. കാരണം ഞാനൊരു അയ്മേനിയാണ്. ഞാനൊരു പള്ളിയിലെ ശുശ്രൂഷകനല്ല. ഞാൻ തിയോളജി ഒഫീഷ്യലായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ സെമിനാരി പോയിട്ടില്ല. എനിക്കൊരു ഡോക്ടറേറ്റും ഇല്ല. അബദ്ധത്തിൽ ഈ ബൈബിള് ഇങ്ങനെ എടുത്തു പോയതാണ്. അത് പണ്ട് ഈ കർത്താവിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവ് പോകുന്ന വഴി കണ്ടപ്പം ഈ കുറേനക്കാരനായ സീമോൻ അവിടെ നോക്കി നിന്നാണ് പറയുന്നത്. അവസാനം ആ തോളെ പിടിച്ച് പിന്നെ പുള്ളിക്ക് താത്തു വെക്കാൻ മേലാതെയായി. അങ്ങനെ പുള്ളി ആ മല കയറി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇതിലൊന്നും പിടിച്ചതേ ഉള്ളൂ. ഞാൻ എന്നും മദ്ബഹായെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ അതിലെന്നും അത്ഭുതപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം അതിന്റെ പടികൾ ചവിട്ടാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ അപ്പനോട് ഞാൻ ചെറുപ്പകാലത്ത് ചോദിച്ചാൽ അച്ഛാ എനിക്ക് ഒന്ന് പള്ളി കയറാം. എന്റെ അപ്പം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, എടാ ഒരു അച്ഛനെ നോക്ക്, അച്ഛൻ ചെരുപ്പിട്ടോണ്ടാണ് അത് അകത്ത് കയറുന്നത്. നിന്റെ പാദം ചെരുപ്പില്ലാതെ അവിടെ നിൽക്കണം. നീ അതിലും വിശുദ്ധനായിരിക്കണം. അത്രയും വിശുദ്ധനാകുന്ന ഒരുത്തിന് മാത്രമേ ഉള്ളൂ മദ്ബഹായി കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ചെയ്യാൻ പോയില്ല. അല്ലാതെ എനിക്ക് ഇതിനോടൊന്നും എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ എന്നും നോക്കി നിന്ന് കൊതിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ മദ്ബഹ. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ സഭയുടെ വിശ്വാസാചാരങ്ങളും എന്നെ പഠിപ്പിച്ച രീതിയിൽ എനിക്ക് എല്ലാവരുടെ അടുത്തൊന്നും പറയാനോ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മളതാകുന്നത് തിരുമേനി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണോ അതും തയ്യാറാണ്. ഞാനിപ്പോൾ ഒരു ഫുൾ ടൈം ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ തിരുമേനി ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ 6 മണിക്ക് പോയിട്ട് ഇപ്പോൾ ഇവിടെ എത്രയായി 9 മണിയോ മറ്റോ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി തന്നെയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷേ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന മാക്സിമം ആത്മാർത്ഥം എടുത്താൽ ചെയ്യുന്നത്. ഒരു കൈ സഹായം നമുക്ക് കിട്ടാറില്ല. ഒരു പ്രൂഫ് റീഡിങ്ങിന് പോലും ഇല്ല. എല്ലാവരും ബിസിയാണ് തിരുമേനി. ഈ സഭയിൽ ഇങ്ങനെ പോയാൽ മതിയോ? പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും തള്ളുന്ന പാർട്ടിയൊന്നുമല്ല. ഞാൻ വലിയ കാശുകാരനുമല്ല. പക്ഷേ
തിരുമേനി സത്യങ്ങൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് തിരുമേനി ഈ പറഞ്ഞതുപോലെ ദേ ഇതെല്ലാം ഉണ്ടല്ലോ, ഇത് മുഴുവനും ഇതെല്ലാം കാണും, ഇതിന്റെ സൈസ് ഉൾപ്പെടെ കാണും തിരുമേനി ഇത് മുഴുവനും ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ചെയ്തു കൊടുത്തെന്നുള്ളതിന് അവിടെ കൊണ്ട് കൊടുത്ത് മാന്നാങ്കുഴിയിൽ അച്ചായൻ അവസാനം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ പോയിട്ട് എന്നെ പുത്തൻകുരിശിൽ നിന്ന് എന്നെ വിളിച്ചു. അച്ഛനെ സാക്ഷി നിർത്തി, പനക്കലച്ഛൻ സാക്ഷി പറയും. മനസ്സിലായോ? ഞാൻ അന്നേരം പറഞ്ഞു ഇതേണ്ടതേ ഇതിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്, ഇനിയൊക്കെ ഉള്ളത് തിരുമേനിയൊക്കെ കയ്യിലാണ്, നിങ്ങൾ വേണം ഇതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിനെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് തിരുമേനി. അതുകൊണ്ട് തിരുമേനി ഇതിനെപ്പറ്റി വിഷമിക്കരുത്. തിരുമേനിയെ എതിർക്കാനോ നിങ്ങളവിടുത്തെ എന്തെങ്കിലും പ്രസ്ഥാനത്തിന് എതിർക്കാനോ അല്ല ഞാൻ ഇരിക്കുന്നത്. അതൊന്നും എന്റെ പണിയല്ല തിരുമേനി. ഇനി കുറച്ച് കാലങ്ങളെ ഉള്ളൂ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുള്ളൂ, എനിക്ക് 100% അറിയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പോയോണ്ടൊന്നും ഒരു കാര്യമില്ല. നാട് വിട്ടു പോകുന്ന ആളുകൾ വെളി വന്നു കഴിഞ്ഞാൽ അവർ അതിനേക്കാൾ ക്രൈസിസിലാണ് എത്തിച്ചേരുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തികൾ വേണം. സഭയുടെ ഒറിജിനൽ സത്യവിശ്വാസം പറയാതെ ഇതിനൊന്നിനും പരിഹാരമില്ല. സത്യമായിട്ടും ഒരു പരിപാടി നടക്കത്തില്ല, ഈ ഒരു ഷോർട്ട് കട്ടും ശരിയാകത്തില്ല. അതുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസം അങ്ങേക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അങ്ങ് ഏതായാലും വായത്ര അച്ഛന്റെ കൂടെ അവിടെ ആ പള്ളി തന്നെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഇപ്പം ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കണ്ടല്ലോ. ആ പള്ളിയിലെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയുടെ സത്യവിശ്വാസം കംപ്ലീറ്റ് അറിയാവുന്ന ആളുകളാണ്. അത്രയും ശക്തരായ പള്ളിക്കാർ ആറ്റമംഗലം പള്ളിക്കാരെ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടുത്തെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് തിരുമേനിക്ക് സത്യവിശ്വാസം വ്യക്തമായിട്ട് അറിയാം. തിരുമേനി ധൈര്യമായിട്ട് അങ്ങ് പറ, എല്ലാം ശരിയാവും. എന്ത് സപ്പോർട്ട് വേണോ ഞങ്ങളോട് ചോദിച്ചു, പുസ്തകം ഉണ്ടാക്കണോ, ഇത് ചെയ്യണോ, അത് ചെയ്യണോ, എല്ലാം പറയൂ, വി വിൽ മേക്ക് ഇറ്റ്. പക്ഷേ അത് സ്ഥാനത്ത് നിന്ന് സുന്നതോസിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് വേണ്ടിയിട്ട് ഒരു തിരുമേനിയെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണം, വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡ് തിരുമേനി എടുത്ത് തിരുമേനി ഞങ്ങളുടെ കൂടെ നിൽക്ക്, ഇത് ഫുൾ പെർഫെക്റ്റ് ആകും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കെട്ടാനും അടിക്കാനും ഉള്ള അധികാരമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ ഞാൻ വിഷമിപ്പിക്കുന്നെങ്കിൽ അതൊരിക്കലും നല്ലതിനായിട്ട് തീരത്തില്ല. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അതായത് ഇങ്ങനെ ഈ നമ്മളെ ഇതിനകത്തിട്ട് പൊരിക്കും മറക്കും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഞാൻ ഈ ദൈവത്തിന്റെ നല്ല അംശത്തെയാണ് ഞാനെന്നും കാണുന്നത്. ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹമായ ദൈവത്തിനെയാണ് എനിക്ക് പ്രസന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ എന്നെ അങ്ങനെയൊക്കെ ചെയ്താലും ഇടുന്നത് ഏതായാലും ദൈവമല്ലേ. ഞാൻ അതുകൊണ്ട് അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള എന്തും ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ.